ട്രോഫിയുടെ ഫസ്റ്റ് മത്സരം ന്യൂസിലാൻഡ് പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം കഴിഞ്ഞു. ന്യൂസിലാൻഡ് 320 റൺസ് സ്കോർ ചെയ്തു. പാകിസ്ഥാന് ജയിക്കാൻ 321 റൺസ് വേണം 50 ഓവറിൽ. നോക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ഗ്രൗണ്ടിലെ മിനിമം 300, 310, 320 റൺസ് വരും ആവറേജ് ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ. വലിയ ബോളിങ്ങിന് വലിയ അനുകൂലത ഒന്നും കിട്ടുന്ന പിച്ചല്ല. ഫസ്റ്റ് 3 ഓവറിൽ എന്തെങ്കിലും സിംഗ് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് ബോളർക്ക് എന്തെങ്കിലും വിക്കറ്റ് കിട്ടാവുന്നുള്ള രീതി അല്ലാതെ വലിയ അനുകൂലത സ്പിന്നർക്കോ ഫാസ്റ്റ് ബോളർക്കോ കിട്ടാറില്ല. ഒരു ഫ്ലാറ്റ് പിച്ചാണ് പൊതുവെ. അത് തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 356 റൺസ് പാകിസ്ഥാൻ ചേസ് ചെയ്ത ഗ്രൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് 320 റൺസ് വലിയ റണ്ണാണോ എന്ന് ചോദിച്ചാൽ വലിയ റണ്ണ് പാകിസ്ഥാൻ ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് വലിയ റണ്ണല്ല. എന്നാൽ ന്യൂസിലാൻഡ് ബോളർമാർ പാകിസ്ഥാൻ ബോളറിനെ കൊണ്ട് റണ്ണ് വഴങ്ങുമെന്നാണ് കണ്ടറിയേണ്ടത്. നല്ല ഇന്നിങ്സ്. യോങ്ങിനെ സംബന്ധിച്ചിടത്തോളം ട്രൈ സീരീസിൽ വലിയ റണ്ണൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ക്രൂഷ്യൽ മത്സരത്തിൽ 107 റണ്ണ് എടുക്കാൻ യോങ്ങിന് കഴിഞ്ഞു. കോൺവേയും വലിയ മത്സരം കാഴ്ചവെച്ചില്ല. വില്യംസനും മിനിമം ഒരു 35-50 റണ്ണ് വില്യംസൺ നിന്ന് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. എന്നാൽ വില്യംസന്റെ വിക്കറ്റ് എടുത്തു. ഡാനിയൽ മിച്ചലും വലുതായിട്ട് കളിച്ചില്ല. 10 റൺസ് ഡാനിയൽ മിച്ചൽ എടുത്തത്. എന്നാൽ ഒരു പാർട്ണർഷിപ്പ് ബിൽഡപ്പ് ആവുകയാണ് യോങ്ങും ടോം ലാഥമും തമ്മിൽ. ടോം ലാഥനും ലാസ്റ്റ് ട്രൈ സീരീസിന്റെ ലാസ്റ്റ് ഫൈനലിൽ 50 റൺസ് എടുത്തു. വില്യംസിനെ കൂടി തന്നെ ഒരു ജസ്റ്റ് ബോൾ റൊട്ടേറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്മാനാണ്. അങ്ങനെ വലിയ സ്ട്രൈക്കൊന്നുമില്ല. 104 ബോൾ 118 റൺസ് എടുത്തു. നല്ല ഒരു ക്രൂഷ്യൽ റൺസ് പുള്ളി ഭേദപ്പെട്ട ഒരു റൺസ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചു. ഫിലിപ്സിൻ്റെ അറിയാമല്ലോ, ഫിലിപ്സ് അഗ്രസീവ് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പ്ലെയറാണ്. 39 ബോളിൽ നിന്ന് 61 റൺ എടുത്തു. അതുകൊണ്ടാണ് ഈ 320 റൺസിലേക്ക് എത്താൻ കഴിഞ്ഞത്. ടോം ലാഥൻ്റെ സ്ലോ റൺ റേറ്റിംഗ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ ഫിലിപ്സ് വന്നു 39 ബോളിൽ നിന്ന് 61 റൺ എടുത്തു. 4 സിക്സും ഫിലിപ്സ് എടുക്കാനായി തീർന്നു. എന്നാൽ ഭേദപ്പെട്ട ഒരു സ്കോറ് ഇമ്പോർട്ടൻ്റ് മാച്ചിൽ, നോക്കൗട്ട് മാച്ച് എന്ന് തന്നെ പറയണം. നോക്കൗട്ട് മാച്ചിൽ ഒരു ഭേദപ്പെട്ട റൺസ് ന്യൂസിലാൻഡിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ പാകിസ്ഥാൻ്റെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ കോൺവേയും മിച്ചലും വില്യംസിനും പോയി കഴിഞ്ഞപ്പോഴും പിന്നെ ഇത്ര റൺസ് കണ്ടെത്തിയെങ്കിൽ പാകിസ്ഥാൻ്റെ ബോളിങ്ങിനെ കുറിച്ച് പാകിസ്ഥാൻ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്തുകൊണ്ടും നമുക്ക് 23-ാം തീയതി പാകിസ്ഥാനത്തിൽ മത്സരമുണ്ട്. നമുക്ക് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ ബോളിംഗ് നിരയാണെങ്കിൽ നമുക്കും 300-350+ സ്കോർ ചെയ്യാൻ കഴിയും. നല്ല അവരുടെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ ഷൈൻ അഫ്രീദി 10 ഓവറിൽ 68 റൺസ്, എക്കണോമി 6ആണ്. നസീം ഷാ 2 വിക്കറ്റ് എടുത്തു, പുള്ളിക്കും 63 റണ്ണ്. അബ്രാഹമ്മദിന് വന്നിട്ട് 47 റൺസ് എടുത്തു 10 ഓവറിൽ, 1 വിക്കറ്റും ഉണ്ട്. ആരിസ് റാവുവിന് 2 വിക്കറ്റ് ഉണ്ട്, 8.3 ആണ്. പിന്നെ സ്പിന്നറാണ് ഷായ ഉണ്ട്, സൽമാൻ അലി ആകെ ഉണ്ട്. അവർ പാർട്ട് ടൈമായിട്ട് ബോളിംഗ് ചെയ്തു. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത്ര റണ്ണ് വഴങ്ങേണ്ടിയിരുന്നോ? ഒരു 320 റൺസിൽ പോകേണ്ട സ്കോർ അല്ലത്. ഒരു 250 റണ്ണ് 220 റൺസിനൊക്കെ മിച്ചലും കോൺവേയും വില്യംസിനും ഓൾഡ് ആയപ്പോൾ ഈ രീതിയിൽ പോകലായിരുന്നു. ടോം ലാഥനെ കൊണ്ടുള്ള ഒരു പ്ലെയർ സ്റ്റാൻഡ് ചെയ്യുകയും ഫിലിപ്സിനെ കൊണ്ടുള്ള ഒരു അഗ്രസീവ് പ്ലെയർ വന്ന് അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. എന്തായാലും ഫക്ര സൽമാനും മാച്ചിനിടയിൽ സെക്കൻഡ് ബോളിലാണെന്ന് തോന്നുന്നു എന്തോ ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ആ ഫീൽഡിങ്ങിലും പുള്ളി അത്ര കംഫർട്ടബിളായിട്ട് തോന്നുന്നില്ല. ഇത് ചേസ് ചെയ്യണമെങ്കിൽ ബാബർ അസാമിൻ്റെയും ഫക്ര സൽമാൻ്റെയും നല്ലൊരു സ്കോർ, ഒരു 100 വന്നാലേ പറ്റൂ. മിഡിൽ ഓർഡർ കളിക്കണം. റിസ്വാനും സൽമാൻ അലി ആകെയായിരിക്കും അവരുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ സൗത്ത് ഷക്കീലിന് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. ബാബർ അസാമിന് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. താൻ കിങ്ങാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരത്തിൽ കളിക്കുന്നില്ലെന്നൊരു ആശയവും ബാബർ അസാമിന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും 321 റൺ എന്ന സ്കോർ ചേസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഒരു അല്പനേരം കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും. എന്തായാലും 10 ഓവർ 15 ഓവറൊക്കെ ആകുമ്പോഴത്തേന് കളി ഏകദേശം ഡിസൈഡ് ആവും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം.